കോഴിക്കോട് നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശം കേരള വിഷൻ ന്യൂസിന്. മരണത്തിന് ഉത്തരവാദി കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി നൽകി തനിക്ക് അസുഖമായപ്പോൾ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സൊസൈറ്റി നൽകിയില്ലെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. മരിക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് BJP കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയ്ക്ക് അയച്ചതാണ് ശബ്ദ സന്ദേശം. ആ ജൂലൈ 30-ന് മുഴുവൻ കണക്കൂട്ടി തരുമെന്നാണ് പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ ഈ സുധികുമാർ ഈ 3 ആളാണ് അതിൽ ഒപ്പിട്ടത്. ഈ പൈസ ഓർക്ക് കൊടുത്ത സമയത്ത് പോലെ എന്നോട് പറഞ്ഞേ, നിങ്ങൾ ഈ തന്ന പൈസ ഒന്നും ഞങ്ങളെ തന്നിക്കില്ല, നിങ്ങൾ ഈ പൈസ മുഴുവനും കൊടുത്ത ബിനീഷിനാ കൊടുത്ത ഈ 3 ആളും എന്നോട് പറഞ്ഞു. ആ എഗ്രിമെന്റ് ഒരാഴ്ച മുന്നേ അതുകൊണ്ട് ഒരു മധ്യസ്ഥനും കൂടി പോലെ 3 ആളും പറഞ്ഞ് ആ എഗ്രിമെന്റിന്റെ എഴുതിയ ഡേറ്റിന്റെ ആ സമയത്തിന്റെ ഒരാഴ്ച മുന്നേ പറഞ്ഞ് എന്നെ വിളിച്ച് ഓഫീസിൽ ഇരുത്തിയിട്ട്, എന്തെന്നാ നിങ്ങളെ വിഷയം, നിങ്ങളെ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റൂല, എന്തുകൊണ്ട് നിങ്ങളെ പൈസ ഞങ്ങളെല്ലാം മേടിച്ച് ബിനീഷാ മേടിച്ച്. ഞാൻ ചോദിച്ചു, ബിനീഷ് മേടിക്ക അല്ല സെക്രട്ടറി, നിങ്ങൾ എണ്ണിയിട്ട് വാങ്ങിയിട്ടല്ലേ എൻ്റെ അക്കൗണ്ടിലിട്ട്? എത്ര ചെക്കുകളാ സുധികുമാറിന്റെ അക്കൗണ്ടിലല്ലേ ഇത് പോയെ? എന്നിട്ട് സെക്രട്ടറിയും പ്രസിഡന്റും സുധികുമാറും ഒപ്പിട്ടിട്ടല്ലേ ബൗണ്ട് എനിക്ക് തരണേ? ഇങ്ങനെ നിന്ന പൈസ മേടിച്ചില്ല. സുധികുമാർ അക്കൗണ്ടിലല്ലേ പോയെ? ഓൻ്റെ ഫോൺ നമ്പറിലെ ബാങ്ക് കൊടുത്തേ, ഓൻ്റെ ഫോൺ നമ്പറിൽ അടിച്ച ശേഷമല്ലേ എനിക്ക് ബൗണ്ടിൻ്റെ അകത്ത് ഒപ്പിടുന്നതെന്ന്. ഈ ഒപ്പെല്ലാരായിട്ട് എന്ന് ചോദിച്ചിട്ട് ഞാളെ മേടിച്ചില്ല. ഈ സുധികുമാർ പറയുന്നത് എപ്പം ആര് ചോദിച്ചാലും ഞാള് മേടിച്ചില്ല. വടകര പോലീസ് സ്റ്റേഷനിൽ 3 മാസം മുമ്പ് വിളിപ്പിച്ച് എൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു, ഈ പൈസ പോലീസുകാരുടെ മുമ്പിന്ന് ഈ ബൗണ്ടിൻ്റെ ഒപ്പൊന്നും ഞാനിട്ടല്ല, ഈ എഗ്രിമെൻറ്റിൻ്റെ ഒപ്പും ഞാനിട്ടല്ലേ, ഞാനൊരു പൈസ ഇയാളെ മേടിച്ചില്ല എന്നാ ഈ സുധികുമാർ പോലീസ് സ്റ്റേഷനിലടക്കം മൊഴി കൊടുക്കുന്നത്. വിവരങ്ങളുമായി റിയാസ് KMR നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, ഇപ്പോൾ ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന് ഉത്തരവാദി ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണെന്നാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നൊരു ആരോപണവും ഉന്നയിക്കുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഈ വടകര കടത്തനാട് ലേബർ സൊസൈറ്റി നിക്ഷേപ തട്ടിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ ഇബ്രാഹിം കുട്ടിയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് BJPയുടെ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന് ഈ ഇബ്രാഹിം കുട്ടി ജീവനൊടുക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുൻപ് നൽകിയ അദ്ദേഹത്തിന് വോയിസായി അയച്ചു കൊടുത്ത അതിന്റെ സന്ദേശമാണിത്. ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് മരണത്തിന്റെ ഉത്തരവാദി കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. മുഖ്യമന്ത്രി, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന് പറയുമ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയല്ല, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ താൻ പരാതി നൽകിയിരുന്നു. എന്നിട്ടും തനിക്ക് നീതി ലഭിച്ചിട്ടില്ല. 75 ലക്ഷം രൂപയാണ് ഈ UDFന്റെ നേതൃത്വത്തിലുള്ള ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തനിക്ക് തരാനുള്ളത്. മരിക്കുന്നതിന്റെ 1 മണിക്കൂർ മുൻപാണ് ഈ ശബ്ദ സന്ദേശം അയച്ചത്. മാത്രമല്ല, താൻ മരിച്ചാൽ എല്ലാവർക്കും ഈ ശബ്ദ സന്ദേശം കൈമാറണമെന്നും ഇബ്രാഹിം കുട്ടി ഹാജി ഈ പ്രഫുൽ കൃഷ്ണൻ അയച്ച ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. താൻ പണം നിക്ഷേപിച്ച് 1 ലക്ഷത്തിന് 1250 രൂപ ലാഭം ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചത് കൊണ്ടാണ്, അങ്ങനെയാണ് തന്നെ കബളിപ്പിച്ചത്. മാത്രമല്ല, ഇതൊരു സർക്കാർ അംഗീകൃത സ്ഥാപനമാണെന്ന് പറഞ്ഞു കൂടി തന്നെ കബളിപ്പിച്ചു. തന്റെ സ്വർണം വിറ്റും സ്ഥലം വിറ്റും ഒക്കെ താൻ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച ആ തുകയാണ് നിക്ഷേപമായി നൽകിയത് എന്ന് പറയുന്നു. ഡയറക്ടർ റെലീഷിന് വേണ്ടി 11 ലക്ഷം രൂപ താൻ ആവശ്യപ്പെട്ടു. പിന്നീട് ഡയറക്ടർ റെലീഷിന് വേണ്ടി തന്നോട് 11 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. സുധീർ കുമാർ ബഷീർ, ഒപ്പം തന്നെ സൊസൈറ്റി സെക്രട്ടറിയായിട്ടുള്ള വനിത എന്നിവരാണ് പണം ചോദിച്ചത്. അതിൽ 1 ലക്ഷം രൂപ മാത്രമാണ് തനിക്ക് തിരികെ ലഭിച്ചത്. 10 ലക്ഷം രൂപ ആ ഒരു കാര്യത്തിൽ മാത്രം തനിക്ക് തിരികെ കിട്ടാനുണ്ട്. താൻ അസുഖബാധിതനായി തന്റെ ചികിത്സയ്ക്ക് പണം ആവശ്യമാണ്, അതുകൊണ്ട് തന്റെ പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ട് ഈ സൊസൈറ്റിയുടെ അധികൃതരെ സുധീർ കുമാർ അടക്കമുള്ളവരെ സമീപിച്ചിട്ടും ഒരു നയാ പൈസ പോലും തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഇബ്രാഹിം കുട്ടി ഹാജിയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാകുന്നത്. അങ്ങനെ വളരെ ദയനീയമായൊരു ശബ്ദ സന്ദേശം, വളരെ ദൈർഘ്യമുള്ള 24 മിനിറ്റിലേറെ നീളുന്ന ഒരു ശബ്ദ സന്ദേശമാണ് അദ്ദേഹം BJPയുടെ കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഫുൽ കൃഷ്ണന് അയച്ചു കൊടുത്തത്. പ്രഫുൽ കൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹം പ്രഫുൽ കൃഷ്ണൻ പറയുന്നത് തനിക്ക് ഇബ്രാഹിം ഹാജി അയച്ച ഈ
ഈ ഒരു വോയിസ് നോട്ട്, ശബ്ദ സന്ദേശം മരണമൊഴി രേഖപ്പെടുത്തണമെന്ന് പ്രഫുൽ കൃഷ്ണൻ പറയുന്നു. ഒപ്പം തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പുറമെ ഈ ഡയറക്ടർ ബോർഡിലെ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകൾക്കെതിരെ നരഹത്യാ കുറ്റവും ചുമത്തണം. കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപ പണത്തിൽ സൊസൈറ്റി അധികൃതർ തിരിച്ചു നൽകാനുണ്ട്. ഇബ്രാഹിം ഹാജിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും UDF ഒളിച്ചോടാനാവില്ല. ഈ ഒരു സംഭവം മുഖ്യമന്ത്രി VD സതീശൻ അന്വേഷിക്കണം. വെറുതെ ഇരിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. കടത്തനാട് ലേബർ സൊസൈറ്റി പൂർണ്ണമായും UDFന്റെ നിയന്ത്രണത്തിലാണ്. 100 കണക്കിന് ആളുകളിൽ നിന്നും ലക്ഷങ്ങൾ നിക്ഷേപം വാങ്ങിയിട്ടുണ്ട്. ഇബ്രാഹിം ഹാജി തന്റെ ജീവിതത്തിന്റെ മുഴുവൻ സമ്പാദ്യവുമാണ് അതിൽ നിക്ഷേപിച്ചിരുന്നത്. കോൺഗ്രസ് നേതൃത്വവും അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പരാതി നൽകിയിട്ടും അവരാരും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നും BJP നേതാവ് പ്രഫുൽ കൃഷ്ണൻ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിന് പിന്നാലെ അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് DCC സെക്രട്ടറിയുടെ വീടിന് മുന്നിൽ ജീവനൊടുക്കിയ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു മരണത്തിന് ഉത്തരവാദി ആരാണ് എന്നതിലും ഒരു നിർണായകമായ ഒരു വിവരമൊക്കെ ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. കടത്തനാട്ട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആണെന്നാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും പരാതി മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. തനിക്ക് അസുഖമായപ്പോൾ പണം തിരികെ വേണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടും സൊസൈറ്റി നൽകിയിട്ടില്ല എന്നൊക്കെയുള്ള നിർണായകമായ വിവരങ്ങളാണ് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. എന്തായാലും നോർത്ത് ജില്ലാ പ്രസിഡന്റ് കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണയ്ക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു അടിയന്തര നടപടി തന്നെ അധികൃതർ എടുക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് റിയാസ് KMR ആണ്. KV മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ സെന്റ് മേരീസ് സ്കാനിംഗ് സെന്റർ, MC Road, Adur. Classes play class to standard 4. Our specialties: quality education, smart class, music, dance and yoga, molding future generation, kids loving passionate teachers, vehicle facility available, an integrated package at affordable cost. KV Memorial English Medium School near St. Mary's Scanning Center, MC Road, Adur. Email kvmenglishmediumschool@gmail.com. Web kvmems.in. Learn every moment. Live long life.